ഹായ് ഗായ്സ്, വെൽക്കം ടു ഫ്ലേവർ ഫയൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുനാഫയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 500 ml പാലിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അങ്ങനെ അതൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി വരുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകുന്നവരെ ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ വേണം ഇളക്കാൻ, അല്ലെങ്കിൽ കട്ട വെട്ടിപ്പോവും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു 2 ഡ്രോപ്പ് ബദാം എസൻസോ അല്ലെങ്കിൽ ബദാം മിക്സോ ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി കുനാഫ റെഡിയാക്കാനുള്ള പാൻ നമുക്ക് സ്റ്റവിൽ വെച്ച് കൊടുക്കാം ചൂടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെർമിസെല്ലി എടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. നമ്മൾ ടോപ്പ് മീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി വെർമിസെല്ലി ആണ് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ 2 പാക്കറ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിച്ചു കൊടുക്കണം. ഇത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലും കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ വെർമിസെല്ലി ഈ ഒരു ഗീയോ ആയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് ലെയർ ആണ്. എല്ലായിടത്തും ആവുന്ന പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് അമർത്തി കൊടുക്കുക. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ലെവലായി നിൽക്കാൻ നമുക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ലെവലായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുഴുവനായിട്ടും ഇതിൻ്റെ സെൻറ്ററിലോട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചൂടാക്കിയ പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് ബദാം മിക്സും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് പിസ്താഷ്യം ബദാമും എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈങ് പാനിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കുനാഫ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പിസ്താഷ്യം ബദാമും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടാവും. അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഈവൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ മധുരം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്